ഓക്കെ, നമ്മൾ സ്കൂളിൽ പോകുന്ന ദിവസങ്ങള് ഏതൊക്കെയാണെന്ന് സർക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മളത് ചെയ്തു അല്ലേ? അപ്പൊ ഏതൊക്കെയാണ്? മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ അല്ലേ? സാറ്റർഡേ, സൺഡേസ് ആ സ്കൂൾ ഹോളിഡേയ്സ് അല്ലേ? സാറ്റർഡേയും സൺഡേയും എന്താണ്? നമുക്ക് സ്കൂള് ഹോളിഡേ ആണ് അല്ലേ? ഓക്കെ, അപ്പോ there are 7 days in a week. They are Sunday, Monday, Tuesday, Wednesday, Thursday, Friday and Saturday. Okay, these are the 7 days of a week and circle the days on which you go to school അല്ലേ? നമ്മള് സ്കൂളിൽ പോകുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് സർക്കിൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അത് നമ്മളന്ന് ചെയ്തു അല്ലേ? മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ സ്കൂളിൽ വരുന്ന ദിവസങ്ങൾ അല്ലേ? സാറ്റർഡേ ആൻഡ് സൺഡേ ആ ഹോളിഡേ ഫോർ അസ് അല്ലേ? സ്കൂൾ ഹോളിഡേയ്സ് ആണ് അല്ലേ? സാറ്റർഡേയും സൺഡേയും. വല്ലപ്പോഴും നമുക്ക് എന്താണ് സാറ്റർഡേ ക്ലാസ് ഉണ്ടാകാറുണ്ട്. അതർവൈസ് സാറ്റർഡേ ആൻഡ് സൺഡേസ് ആ school holidays. Okay, then months of the year. There are 12 months in a year alle? How many months in an year? Sarga unmute ചെയ്തു മോളെ. Okay, how many months in an year? Sunday, Monday, Tuesday, Wednesday, മോളെ സർഗ. Sunday, Monday, Tuesday, Wednesday, Thursday, Friday. മോളെ ഒരു വർഷത്തില് എത്ര മാസം ഉണ്ട് എന്നാണ് ചോദിച്ചത് മോളെ. ഹൗ മെനി മന്ത്സ് ആർ ഇൻ എ ഇയർ? ഓക്കെ, മറ്റതെന്താണ്? ഡേയ്സ് ഓഫ് എ വീക്ക് ആണ് അല്ലേ? ഒരാഴ്ചയിലുള്ള ദിവസങ്ങളല്ലേ സൺഡേ, മൺഡേ. ഒരു വർഷത്തിൽ എത്ര മന്ത്സ് ഉണ്ട് എന്നാണ് ചോദിച്ചത്. ഒരു വർഷം എത്ര മാസം ഉണ്ട്? There are 12 months in a year അല്ലേ? 12 എന്ന് വെച്ചാൽ എത്രയാണ് മോളെ സർഗ? 12. ഓക്കെ, അപ്പോ 12 മാസങ്ങൾ ഉണ്ട് അല്ലേ ഒരു വർഷത്തില്? ഏതൊക്കെയാണ് 12 മാസം? Which are the 12 months? January, February, March, April, May, June, July, August, September, October, November, December. Okay, good. These are the 12 months in an year അല്ലേ? January, February, March, April, May, June, July, August, September, October and November, December. Which month is it now? ഇത് ഏതാണ് മാസം? Which month is it? ഇത് ഏതാണ് മാസം? ആർക്കറിയാം? നൈജൽ, which month is it? മോനെ നൈജൽ ജോസഫ് അൺമ്യൂട്ട് ചെയ്ത് മോനെ. ഓക്കെ, ഇത് ഏതാണ് മോനെ മാസം? വിച്ച് മന്ത് ഈസ് ഇറ്റ്? ഇത് ഏത് മാസമാണ് മോനെ? പ്ലീസ് ലിസൺ. ഇത് ഏതാണ് മോനെ മാസം? വിച്ച് മന്ത് ഈസ് ഇറ്റ്? സെപ്റ്റംബർ. ഓക്കെ, ദിസ് ഈസ് സെപ്റ്റംബർ. ഓക്കെ, ദിസ് ഈസ് സെപ്റ്റംബർ. ഓക്കെ, സെപ്റ്റംബർ മന്ത് ആണല്ലേ? അല്ലേ? സെപ്റ്റംബർ അല്ലേ? ഓക്കെ, എത്ര മാസങ്ങളാണുള്ളത്? 12 months അല്ലേ? There are 12 months in an year അല്ലേ? ഒരു മാസത്തില്, ഒരു വർഷത്തില് എത്ര മന്ത്സ് ഉണ്ട്? 12 മാസങ്ങൾ ഉണ്ട് അല്ലേ? അപ്പോ 4th, 11th, 9th and 6th 30 days to each are fixed അല്ലേ? നമ്മൾ അന്ന് പറഞ്ഞു അല്ലേ? ഓരോ മാസത്തിൽ എന്തുണ്ട്? ചില മാസങ്ങളില് 30 ദിവസം ഉണ്ട്, ചില മാസങ്ങളില് 31 ദിവസം ഉണ്ട് അല്ലേ? ഫെബ്രുവരി മാത്രം എന്താണ്? ചിലപ്പോ 28, 29 അല്ലേ? ഇതാണ് ഫെബ്രുവരിയിൽ ഉണ്ടാവുക. അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലേ? 4th, 11th, 9th and 6th. 4th month, 11th month, 9th and 6th month 30 days to each are fixed അല്ലേ? 4th, 11th, 9th and 6th ഇത്രയും മാസങ്ങൾക്ക് എന്തുണ്ട്? 30 days ആണുള്ളത് അല്ലേ? അപ്പൊ 4th month ഏതാണ്? Which is the 4th month? ദേവപ്രിയ, ഏതാണ് 4th month മോളെ? ദേവപ്രിയ, ഏതാണ്? ഏപ്രിൽ. ഓക്കെ, ഏപ്രിൽ ഈസ് ദ 4th month അല്ലേ? അപ്പൊ 4th, പിന്നെ ഏതാണ്? 11th അല്ലേ? 11th month ഏതാണ്? 11th month. ആൻഡ്രോസ് ജിയോ, ഏതാണ് മോളെ 11th month? Which is the 11th month?
Okay. November is the 11th month. Okay. Then 9th. Which is the 9th month? Kashinath. Which is the 9th month, Mone? Kashinath. September. Okay. This is the 9th month. അല്ലേ ഇത് സെപ്റ്റംബർ ആണല്ലേ അപ്പൊ ഇതെന്താണ് 9th month ആണല്ലേ അപ്പൊ 4th 11th 9th and 6th month അല്ലേ 6th month ഏതാണ് 6th ഏതാണ് ഈശാൻ 6th month June. Okay. June is the 6th month അല്ലേ അപ്പൊ എന്താണ് 4th 11th 9th and 6th 30 days to each are fixed അല്ലേ എന്താണ് 4th-ലും 11th-ഉം 9th and 6th-ൽ എന്താണുള്ളത് 30 days ആണല്ലേ 30 days. ഓക്കെ ദിവസങ്ങളുണ്ട് 30 days ഉണ്ട് ഓക്കെ അപ്പോ 4th 11th 9th and 6th 30 days to each are fixed അല്ലേ ഈ ദിവസങ്ങളിലൊക്കെ എന്താണുള്ളത് 30 ദിവസം ഈ മാസങ്ങളിലൊക്കെ എന്താണ് 30 ദിവസങ്ങളാണ് ഉള്ളത് അല്ലേ 30 days ഓക്കെ 4th മന്തിലും 11th 9th and 6th ഈ മാസങ്ങളിലെല്ലാം ഏതാണ് അതായത് ഏപ്രിൽ ജൂൺ സെപ്റ്റംബർ ആൻഡ് നവംബർ അല്ലേ ഈ മാസങ്ങളിൽ 30 ദിവസമാണ് ഉണ്ടാവുക പിന്നെയോ 31 days to the other months except February which is the second month അല്ലേ ബാക്കിയുള്ള എല്ലാ മാസങ്ങളിലും എന്തുണ്ട് 31 days ഉണ്ട് except ഫെബ്രുവരി ഒഴികെ അല്ലേ ഫെബ്രുവരി ഒഴികെ ബാക്കി എല്ലാ മാസങ്ങളിലും 31 days ആണുള്ളത് ഫെബ്രുവരി എത്രാമത്തെ മാസമാണ് രണ്ടാമത്തെ മാസമാണ് അല്ലേ അതാണ് പറയുന്നത് 31 days to the other months except February which is the second month അല്ലേ രണ്ടാം മാസം ഏതാണോ രണ്ടാമത്തെ മാസം ഫെബ്രുവരി ആണ് അല്ലേ അപ്പൊ ഫെബ്രുവരി ഒഴികെ ബാക്കിയുള്ള മാസങ്ങളിലൊക്കെ 31 days ഉണ്ട് അതായത് ഏപ്രിൽ ജൂൺ സെപ്റ്റംബർ നവംബർ ദീസ് ആർ ദ 4th 11th 9th and 6th months അല്ലേ ഇതാണ് നാലാമത്തെയും 11ാമത്തെയും 9ാമത്തെയും 6ാമത്തെയും മാസം ഒഴികെ ബാക്കി എല്ലാ മാസങ്ങളിലും എന്തുണ്ട് 31 days ഉണ്ട് എക്സെപ്റ്റ് ഫെബ്രുവരി which is the second month അതായത് എന്താണ് ഫെബ്രുവരി ഒഴികെ ബാക്കി ഉള്ള മാസങ്ങൾക്ക് എന്താണ് ദേവപ്രിയ അത് ഓക്കേ അപ്പോ ഫെബ്രുവരി ഒഴികെ ബാക്കി ഉള്ള മാസങ്ങളിൽ 31 ദിവസമുണ്ട് ഏപ്രിലും ജൂണും സെപ്റ്റംബറും നവംബറിലും 30 ദിവസങ്ങളാണ് ഉള്ളത് ഓക്കേ ക്ലിയർ ഓക്കേ ഇത് നമ്മൾ പറഞ്ഞതാണ് അല്ലേ പിന്നെ എന്താണ് ലാസ്റ്റ് വൺ നമുക്ക് കൊടുത്തിട്ടുള്ളത് ഒരു ആക്ടിവിറ്റി ആണ് അല്ലേ കളർ ദ റെയിൻബോ റെയിൻബോനെ കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് റെയിൻബോ എന്ന് വെച്ചാൽ എന്താണ് മഴവില്ല് ഓക്കെ റെയിൻബോ എന്ന് വെച്ചാല് മഴവില്ലാണ് അല്ലേ അപ്പൊ ഈ മഴവില്ലിന് നമ്മൾ കളർ ചെയ്യാൻ വേണ്ടിട്ടാ പറയുന്നത് കളർ ചെയ്തില്ലേ എല്ലാവരും ഓക്കെ കളർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം കേട്ടോ ആ കളറ് റെയിൻബോക്ക് കളർ ചെയ്യാൻ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യണം അപ്പൊ എന്താണ് കളർ ദിസ് റെയിൻബോ എന്നാ പറയുന്നത് അല്ലേ റെയിൻബോക്ക് എത്ര കളർ ഉണ്ട് ടോട്ടൽ ഹൗ മെനി കളേഴ്സ് ക്രിസ്റ്റി ജോസഫ് ക്രിസ്റ്റി അൺമ്യൂട്ട് ചെയ്ത മോനെ 7 colors. ഓക്കെ 7 കളേഴ്സ് ആണ് റെയിൻബോക്ക് ഉള്ളത് അല്ലേ ഏതൊക്കെയാണ് 7 കളേഴ്സ് ഓക്കെ സമജ്ന അൺമ്യൂട്ട് ചെയ്ത മോളെ which are the 7 colors Red, okay orange, yellow, green, blue, indigo, violet. okay these are the 7 colors of rainbow അല്ലേ red orange yellow green blue indigo and violet these are the 7 colors of rainbow അല്ലേ ഇതാണ് റെയിൻബോയുടെ 7 നിറങ്ങൾ അല്ലേ റെയിൻബോക്ക് 7 നിറങ്ങളാണുള്ളത് റെയിൻബോ എവിടെയാണ് ഉണ്ടാവുക റെയിൻബോ എവിടെയാണ് കാണുക ഗോഡ്വിൻ അൺമ്യൂട്ട് ചെയ്ത മോനെ
റെയിൻബോ എന്ന് വെച്ചാൽ എന്താണ് മോനെ ഗോഡ്വിൻ? വാട്ട് ഈസ് റെയിൻബോ? മഴവില്ല്. മഴവില്ലല്ലേ? എത്ര കളർ ഉണ്ട് മഴവില്ലിന്? ഹൗ മെനി കളേഴ്സ്? 7. 7. Which are they? Red. Orange, Yellow. yellow, green, blue, indigo, violet. Violet. Okay, these are the 7 colors of a rainbow. അല്ലേ? Rainbow എവിടെ കാണുക? Rainbow എവിടെ ഉണ്ടാവുക ഗോഡ്വിൻ? ആകാശത്തിൽ. ആകാശത്തിൽ അല്ലേ? എപ്പോഴാ ഉണ്ടാവുക റെയിൻബോ? രാവിലെയാണോ രാത്രിയാണോ ഉച്ചക്കാണോ എപ്പോഴാ റെയിൻബോ ഉണ്ടാവുക ഗോഡ്വിൻ? രാവിലെ. രാവിലെയാണോ? ആരാ പറഞ്ഞ രാവിലെയാന്ന്? രാത്രിയിലല്ലേ? രാത്രിയിലാണോ? രാത്രിയിലാണോ റെയിൻബോ ഉണ്ടാവുക? അതെയോ? ആണോ ഇഷാൻ? രാത്രിയിലാണോ റെയിൻബോ ഉണ്ടാവുക ഇഷാൻ? മഴയും വെയിലും ഇല്ല ഇപ്പൊ. മഴ പെയ്ത് കഴിയുമ്പോഴൊക്കെയാണല്ലേ റെയിൻബോ ഉണ്ടാവുക. മഴ പെയ്ത് തെളിഞ്ഞു കഴിയുമ്പോഴാണ് റെയിൻബോ വരിക അല്ലേ? റെയിൻബോ കണ്ടിട്ടുണ്ടോ ഗോഡ്വിൻ? കണ്ടിട്ടുണ്ടോ ഗോഡ്വിൻ? ഉണ്ടല്ലേ? എങ്ങനെയാണ് റെയിൻബോ? വട്ടത്തിലാണോ നീളത്തിലാണോ ബോക്സിന്റെ അകത്താണോ ഉണ്ടാവുക? എങ്ങനെയാ ഉണ്ടാവുക ഗോഡ്വിൻ? അങ്ങനെയാണല്ലേ? ഒരു ആർച്ച് ഷേപ്പിലാണ് ഉണ്ടാവുക അല്ലേ? അതുപോലെയാണ് ഉണ്ടാവുക അല്ലേ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന പോലെയാണ് ഉണ്ടാവുക അല്ലേ? ഒരു ആർച്ച് ഷേപ്പാണ് ഉണ്ടാവുക റെയിൻബോക്ക് അല്ലേ? റെയിൻബോ കാണാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ റെയിൻബോ കാണാൻ? ഓക്കെ ഓക്കെ. അപ്പോ എന്താണ്? റെയിൻബോക്ക് 7 നിറമുണ്ട് അല്ലേ? 7 കളേഴ്സ് അല്ലേ? ദെൻ എന്താണ്? റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, ഇൻഡിഗോ, വയലറ്റ് അല്ലേ? റെയിൻബോയുടെ കളറിന് എന്താണ് പറയാ? ജനറൽ ആയിട്ട് വിബ്ജിയോർ എന്നാണ് പറയാ. വിബ്ജിയോർ. വിബ്ജിയോർ എന്ന് കേട്ടിട്ടുണ്ടോ? വിബ്ജിയോർ എന്നാണ് റെയിൻബോ കളേഴ്സിന് പറയാ അല്ലേ? റെയിൻബോന്റെ 7 കളേഴ്സിന്റെയും ആദ്യത്തെ ലെറ്റേഴ്സ് കൂട്ടിയാലാണ്, ആദ്യത്തെ ലെറ്റേഴ്സ് മാത്രം എഴുതിയാൽ എന്താ വായിക്കുക? വിബ്ജിയോർ എന്നാണ് വായിക്കുക. അറ്റ് വയലറ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്താലല്ലേ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, യെല്ലോ, ഓറഞ്ച്, എന്താണ്? യെല്ലോ, ഓറഞ്ച്, റെഡ് അല്ലേ? ഏതൊക്കെ കളേഴ്സ് ആണ് ഉള്ളത്? അപ്പൊ ഇതിന് എന്താണ് പറയാ? വി എന്താണ്? വി സ്റ്റാൻഡ്സ് ഫോർ വയലറ്റ് അല്ലേ? അങ്ങനെ ഓരോ കളേഴ്സിനെയും കൂട്ടിയിട്ട് എന്താണ് പറയാ? വിബ്ജിയോർ എന്നാണ് പറയാ അല്ലേ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അല്ലേ? വിബ്ജിയോർ. ഓക്കെ. വയലറ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ അല്ലേ? റെഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ എന്താണ്? വയലറ്റ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ദിസ് ഈസ് നോൺ ആസ് വിബ്ജിയോർ. ഓക്കെ. അപ്പോ എന്താണ്? നമ്മുടെ പോർഷൻസ് എല്ലാം നമ്മൾ ഒന്നും കൂടി കവർ ചെയ്ത് തീർത്തു അല്ലേ? ഇനി എപ്പോഴാണ് നിങ്ങളുടെ എക്സാം ഉണ്ടാവുമോ എങ്ങനെയാണെന്ന് അറിയില്ല. മിക്കവാറും എക്സാം കഴിഞ്ഞിട്ട് മാത്രമേ സെക്കൻഡ് സ്റ്റെം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ? നെക്സ്റ്റ് മന്ത് ഒക്ടോബറിലാണല്ലേ? സാധാരണ സ്കൂൾ ടൈം ആണെങ്കിൽ എന്താണ്? ഒക്ടോബറിലാണ് നമുക്ക് സെക്കൻഡ് സെം സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ ഇങ്ങനെ ആയതുകൊണ്ട് എപ്പോഴാണ് എക്സാം ഉണ്ടാവുക എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ എന്ത് ചെയ്യാ? നമ്മൾ ഇതുവരെ പഠിച്ച പോർഷൻസ് എല്ലാവരും നന്നായിട്ടൊന്ന് നോക്കണം. ഇത് മുഴുവൻ ഓക്കെ? നന്നായിട്ട് പഠിക്കണം. നമ്മൾ പഠിച്ചത് എന്താണ്? ഫസ്റ്റ് സെം കഴിഞ്ഞിട്ട് സെക്കൻഡ് സെം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സെമ്മിലെ ബുക്ക് അടിച്ച് എവിടെയെങ്കിലും വെക്കാൻ പാടില്ല. അപ്പോഴേക്കും എന്ത് ചെയ്യണം? ഇതെല്ലാം നന്നായിട്ട് പഠിക്കണം. ഓക്കെ? അപ്പൊ നമ്മള് ഇതുവരെ എന്തൊക്കെ നമ്മൾ പഠിച്ചു? ആരോമൽ അൺമ്യൂട്ട് ചെയ്ത മോനെ. ഓക്കെ. നമ്മളപ്പോ നമ്മുടെ ഫസ്റ്റ് സെമ്മില് ഇതുവരെ എന്തൊക്കെയാ പഠിച്ചത് മോനെ? ആദ്യം മുതൽ എന്തൊക്കെ നമ്മൾ പഠിച്ചു? സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് EVS. ഓക്കെ. EVS എന്തൊക്കെയാ പഠിച്ചത് മോനെ? Head,
ഓക്കെ, അതിനെന്താ പറയാ മോനെ? ഓ ബോഡി പാർട്സ് അല്ലേ? ഓക്കെ, ബോഡി പാർട്സ് പഠിച്ചു. പിന്നെയോ വിച്ച് ആർ അവർ ബോഡി പാർട്സ്? ഏതൊക്കെയാണ് ബോഡി പാർട്സ് മോനെ? ഓക്കെ eyes, ഓക്കെ ear, ആ nose, ഉം mouth, ഉം neck, shoulder, ഷോ മീ യുവർ ബോഡി പാർട്സ്. ആരോമൽ, ഷോ മീ യുവർ ബോഡി പാർട്സ്. hand, ഓരോന്ന് ടച്ച് ചെയ്ത് കാണിച്ചേ മോനെ, ഏതെല്ലാം ബോഡി പാർട്സ് എന്ന്. മോന്റെ തല മോൻ head, ഓക്കെ ear, ഓക്കെ eyes, ഉം nose, ഉം neck, ഓക്കെ shoulder, ഓക്കെ chest, ഉം elbow, ഓക്കെ knee, stomach, ഉം fingers, ഉം neck, നീ knee, ഉം neck, ഉം foot, ഓക്കെ. ദീസ് ആർ ബോഡി പാർട്സ് അല്ലേ? ഹെഡ്, ഇയർ, ഐ, മൗത്ത്, നോസ്, ഷോൾഡർ, നെക്ക്, ചെസ്റ്റ്, എൽബോ, സ്റ്റൊമക്, ആം, ഫിംഗേഴ്സ്, നീ, ലെഗ് ആൻഡ് ഫൂട്ട് അല്ലേ? ദീസ് ആർ അവർ ബോഡി പാർട്സ് അല്ലേ? പിന്നെ നമ്മൾ എന്താ പഠിച്ചേ? വാട്ട് ദേ ഡു അല്ലേ? നമ്മുടെ ബോഡി പാർട്സ് ഒക്കെ എന്തൊക്കെയാ ചെയ്യാന്ന് നമ്മൾ പഠിച്ചു അല്ലേ? മീര walks on the road. She uses her legs to walk അല്ലേ? നടക്കാൻ വേണ്ടി എന്താണ്? കാലുകളാണ് ഉപയോഗിക്കുക അല്ലേ? legs to walk. And Tom writes a letter. He uses his hands to write അല്ലേ? അപ്പോ legs to walk, hands to write, ears to listen, eyes to read, mouth to eat അല്ലേ? അപ്പൊ നമ്മൾ എന്താണ് ബോഡി പാർട്സും ഒക്കെ എന്താ ചെയ്യാന്ന് പഠിച്ചു. പിന്നെയോ എന്താണ്? പിന്നെ ഒരു ആക്ടിവിറ്റിയും ചെയ്തു അല്ലേ? ലൈൻ വരച്ചിട്ട് ബോഡി പാർട്സിനെ പോയിന്റ് ഔട്ട് ചെയ്തു അല്ലേ? ഓക്കെ. പിന്നെ എന്താണ്? മാച്ച് ദ ബോഡി പാർട്സ് വിത്ത് വാട്ട് ദേ ഡു അല്ലേ? ബോഡി പാർട്സ് എന്തൊക്കെയാ ചെയ്യുന്നത് നോക്കിയിട്ട് മാച്ച് ദ ഫോളോയിങ് ചെയ്തു. പിന്നെ നമ്മള് ഫാമിലിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ? ഫാമിലി, അബൌട്ട് അവർ ഫാമിലി അല്ലേ? ഫാമിലിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പഠിച്ചു അല്ലേ? ടിൻഡിൻ എന്ന് പറഞ്ഞൊരു ബേബി അവന്റെ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കണ്ടിട്ട് എന്ത് ചെയ്തു? നമ്മളും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അല്ലേ? ദെൻ തിങ്സ് വി ഡു അല്ലേ? നമ്മൾ ചെയ്യുന്ന ഓരോരോ തിങ്സ്, ഓരോരോ ആക്ടിവിറ്റീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? ദെൻ എന്താണ്? നമ്മളത് പഠിച്ചില്ലല്ലോ. Ada keeps her room clean. Raja does his homework. Sudeep listens to music. Ali and Tom play football. Seema sings and dances. Abhay can bath by himself. Radha can wear her socks. Kala can comb her hair. Tara can tie her shoelaces അല്ലേ? ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഓരോ ആക്ടിവിറ്റീസ് ആണല്ലേ നമ്മൾ ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കുറെ ആക്ടിവിറ്റീസ് ആണല്ലേ ഇതൊക്കെ. ദെൻ എന്താണ്? കീപ് ഫിറ്റ് അല്ലേ? എപ്പോഴും ഫിറ്റ് ആയിരിക്കാൻ വേണ്ടി, എപ്പോഴും നല്ല ഫിറ്റ് ആയിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് പഠിച്ചു? എന്തൊക്കെയോ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? എക്സസൈസസും സ്പോർട്സും ആണല്ലേ? എക്സസൈസസ് ആൻഡ് സ്പോർട്സ് ആർ ഗുഡ് ഫോർ അസ് അല്ലേ? എക്സസൈസും സ്പോർട്സും എന്താണ്? നമ്മളെപ്പോഴും നന്നായിട്ട് ഫിറ്റ് ആയിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും അല്ലേ? എന്താണ്? ഫസ്റ്റ് വൺ എന്താണ്? എന്തൊക്കെയാണ് എക്സസൈസസ്? ഓക്കെ, നസീം, അൺമ്യൂട്ട് ചെയ്ത മോനെ നസീം.
Okay, which are the exercises help us to keep fit? ഏതൊക്കെയാണ് മോനെ നമ്മളെ fit? jogging, Okay. Then jogging, okay. Second one. jogging, Okay. ബാക്കി പറ മോനെ. flying, swimming, skiing, jumping. Okay, jogging, skipping, playing, swimming, skating and jumping. These are the exercises help us അല്ലേ? നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന എക്സസൈസസ് ആണ് ഇതൊക്കെ അല്ലേ? മഹദിയ, ഏതൊക്കെയാണ് മോളെ എക്സസൈസസ്? ഓക്കെ, വേഗം പറ മോളെ. ഓക്കെ, Jimmy, ഓക്കെ, swimming, ഓക്കെ, flying, playing, skating, ഓക്കെ, sitting, okay, jogging, skipping, playing, swimming, skating and jumping. These are the exercises help us അല്ലേ? നമ്മൾ എപ്പോഴും ഫിറ്റ് ആയിരിക്കാൻ വേണ്ടി നമ്മുടെ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ എക്സസൈസ് ആണല്ലേ ഇത്? ഓക്കെ, ഏതൊക്കെയാണ് ഗൗരി നന്ദ? വിച്ച് ആർ ദ എക്സസൈസസ് ഹെൽപ്പ് us to keep fit? yes, ഓക്കെ, ഗൗരി നന്ദ അൺമ്യൂട്ട് ചെയ്ത് മോളെ. ഓക്കെ, jogging, ഓക്കെ, skipping, ഓക്കെ, playing, skating, okay. Jogging, skipping, playing, swimming, skating and jumping. These are the exercises help us to keep fit അല്ലേ? നമ്മളെ എപ്പോഴും ഫിറ്റ് ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറെ എക്സസൈസ് ആണല്ലേ ഇത്? അപ്പൊ നമ്മള് എന്താണ് ബോഡി പാർട്സും പിന്നെ വാട്ട് ദേ ഡു അല്ലേ? ബോഡി പാർട്സ് എന്താ ചെയ്യുന്നതെന്ന് പഠിച്ചു. പിന്നെന്താണ് മൈ ഫാമിലി ആൻഡ് ഐ അല്ലേ? ഫാമിലിനെ കുറിച്ച് പഠിച്ചു. പിന്നെ തിങ്സ് വി ഡു അല്ലേ? തിങ്സ് വി ഡു അല്ലേ? നമ്മള് നമ്മുടെ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കുറെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലേ? പിന്നെന്താണ് കീപ് ഫിറ്റ് അല്ലേ? നമ്മൾ എപ്പോഴും ഫിറ്റ് ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറെ എക്സസൈസിനെ കുറിച്ചും പറഞ്ഞു. ഓക്കെ, അപ്പോ ബാക്കി നമുക്കിനി ആഫ്റ്റർനൂണിലുള്ള ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, നമുക്കൊരു ക്ലാസ്സും കൂടി ഉണ്ടല്ലോ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ? പോയി ഫുഡെല്ലാം കഴിച്ച് അടുത്ത ക്ലാസ്സിൽ റെഡി ആയിട്ട് വരിക. ഓക്കെ ഓക്കെ, എല്ലാം ഒന്ന് വായിച്ചു നോക്കി അടുത്ത ക്ലാസ് തുടങ്ങുമ്പോ എന്ത് ചെയ്യാ? ടെക്സ്റ്റ് എടുത്ത് എല്ലാം ഒന്ന് വായിച്ചൊക്കെ നോക്കിയിട്ട് റെഡി ആയി വരിക. ഓക്കെ ഓക്കെ.